ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഒരു സരസ്വതി തമ്പുരാട്ടി മാത്രമേ അറിയൂ. അവരാണെങ്കിൽ സൂര്യമംഗലം കൊട്ടാരത്തിലെ. അച്ഛാ, അത് തന്നെ ഞാനും പറയുന്നത്. വർമ്മ സാറിന്റെ മദറിലോ, ഋതിക മാഡത്തിന്റെ മുത്തശ്ശി. ബാക്കിയൊക്കെ ഞാൻ പറയാം. പത്മാവതി മാഡത്തിന്റെ അമ്മ. അമ്മേ, അമ്മ എന്താ കാഴ്ച ബംഗ്ലാവിലെ കൂട്ടിന്റെ അകത്ത് വരണ്ടിരിക്കുന്ന പുലിയെ പോലെ? അതേടാ, ഇപ്പൊ കൂട്ടിനകത്ത് അവസ്ഥയായി. എങ്ങാനും പുറത്തേക്ക് ഇറങ്ങി അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാലോ? വാസ്തവത്തിൽ വീട് ഇപ്പോ പിൻ ഡ്രോപ്പ് സൈലന്റാ, ആ സ്ത്രീ വന്നതിന് ശേഷം. അത് ശരിയാ നീ പറഞ്ഞ്. ഏതാണ്ടൊരു മരണ വീട് പോലെ, ഒരു ശ്മശാന മൂകതയാ ഇതിനകത്ത്. അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കോ, എന്തിനാ ഇവരെല്ലാരും ഇങ്ങനെ പേടിക്കുന്നത്? അവരെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടതേ ഞാനാ. അതിന്റെ കാരണം എന്താന്ന് നിനക്കറിയില്ലേ? ആ മുറിയിലുള്ളതേ പത്മാവതിയുടെ അമ്മയാ. ആ പത്മാവതിയോട് ഞാനും നീയും കൂടി ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഇവരറിഞ്ഞിട്ടുണ്ടോന്നാ എന്റെ പേടി. ഞാൻ അവരെ കുറച്ച് ഉപദ്രവിച്ചിട്ടുള്ളൂ. ഉപദ്രവം ഏറെ ചെയ്തത് അമ്മയല്ലേ? അതേടാ, ഞാൻ തന്നെയാ. ഞാൻ അവരെ പ്രതാപന്റെ ജീവിതത്തിൽ നിന്നും തുരത്തിയതേ എനിക്ക് മാത്രം ഒന്നും നേടാനല്ല, അതെന്റെ മകനായ നിന്റെ ഭാവിക്ക് വേണ്ടിയാ. അതിന് അമ്മ എന്തിനെങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഞാനമ്മയെ തള്ളി പറഞ്ഞൊന്നുമില്ലല്ലോ. തള്ളി പറയൂന്ന് എനിക്ക് എന്നെങ്കിലും തോന്നിയാ നിന്നെ ഞാനെന്ന് തട്ടിക്കളയും. അതാ അംബിക. ഈ നടക്കാൻ ഒരു സാധ്യത ഇല്ലാത്തതിനെ കുറിച്ച് അമ്മ എന്തിനെങ്ങനെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നേ? എന്റെ അമ്മേ, ഞാനൊരു സംശയം ചോദിക്കോ? ഇവര് വന്ന് കേറിയപ്പോ മുതല് എന്റെ മനസ്സിലുണ്ടായ ഡൗട്ടാ. അതായത്, അമ്മായിയുടെ അറിവോട് കൂടിയാണോ ഈ സ്ത്രീ ഇങ്ങോട്ട് എൻട്രി ആയിരിക്കുന്നത്? ആ കാര്യത്തില് എനിക്ക് സംശയമുണ്ടാ ദീപക്കെ. അവള് നമ്മുടെ കയ്യിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് നേരെ കൽക്കട്ടയ്ക്ക് മുങ്ങിയതാവും. എന്നിട്ട് ഇവര് കൽക്കട്ടയിലായിരുന്നല്ലോ, അവിടെ ചെന്ന് ഇവരെ ഇളക്കി വിട്ടതാണെങ്കിലോ? പറഞ്ഞു വരുമ്പോ ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവരവളുടെ സ്വന്തം അമ്മയല്ലേ? കരഞ്ഞു പറഞ്ഞപ്പോ പഴയ വൈരാഗ്യമൊക്കെ അവര് മറന്നു കാണും. അപ്പൊ ഈ സരസ്വതി വന്നിരിക്കുന്നത് നമ്മളോട് നേരിട്ട് പകവിട്ടാനാണെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? അങ്ങനെ ചിന്തിച്ചാ ആ, അതിനൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയായിരുന്നെങ്കിൽ ആ പത്മാവതിയെ കൊല്ലാതെ വിട്ടത് ബുദ്ധിമോശമായി പോയി. അവരെങ്ങ് തട്ടിക്കളയായിരുന്നു. അമ്മ എന്താ അത് പറയാതിരുന്നേ? എടാ, അവളെ ജീവനോടെ വേണമെന്ന് തോന്നിയതുകൊണ്ട്. പല കാര്യങ്ങളിലും അവളുടെ സിഗ്നേച്ചർ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവള് രക്ഷപ്പെട്ടത് നമുക്ക് ആപത്തായി മാറുക. അവരിപ്പോ കൽക്കട്ടയിലായിരിക്കോ? ഛേ, അതൊക്കെ സംശയം മാത്രമല്ലേ. ഇനി കൽക്കട്ടയിൽ ഇവരെ കാണാൻ പോയെങ്കിലും ഇവര് തിരിച്ചു പോന്നതോടെ അവളും പോന്നു കാണും. അവര് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് പൊക്കാമേ. പൊക്കണം. കയ്യും കാലും തല്ലി ഒടിച്ച് അവളെ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കണം. എല്ലാ ഒപ്പുകളും വാങ്ങിയിട്ട് നമുക്ക് അവളെ കാലപുരിക്ക് അയക്കാം. എന്താ, അതുപോലെ? ഇന്നു മുതൽ എന്റെ അന്വേഷണം വീണ്ടും പത്മാവതിയിലേക്ക്. ഇവരെന്താ ഒറ്റയ്ക്കിരുന്ന് പൊട്ടിച്ചിരിക്കുന്നേ? ഒട്ടങ്ങാനും മൂത്തോ?
എന്താമ്മേ ഗുളിക വാങ്ങിക്കേണ്ടി വരുമോ? അയ്യോ ഈ ടോമിന്റെയും കരിയുടെയൊക്കെ ഒരു കാര്യേ. ഓ കാർട്ടൂൺ കാണുമായിരുന്നോ? ടോമും കറിയൊന്നും അല്ല, ടോം ആൻഡ് ജെറി. എനിക്കറിയാടി, നീ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞാൻ വിശാഖപട്ടണത്തിലെ പാണ്ഡിവേലു ഗൗണ്ടറുടെ വീട്ടിൽ നിൽക്കുമ്പോ ദിവസവും ഞാൻ ടോമാ കറി കാണുമായിരുന്നു. എന്തായിരുന്നു ഇവിടെ? ആ ഇവിടെ അമ്മ ടോം ആൻഡ് ജെറി കാണുമായിരുന്നു. ടോമാൻറ്റേരിയ. ഇവര് ഈ പ്രായത്തിൽ ഇതൊക്കെയാണോ കാണുന്നത്? വല്ല കഷായവും കുടിച്ച് രാമനാമവും ജപിച്ച് ചാകാൻ കിടക്കുന്ന പ്രായത്തില് ടോമാൻറ്റേറി. ഇവരുടെയൊക്കെ ഒരു യോഗം. ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ ടൂറ് വരുന്ന മദാമ്മമാരുടെ പോലെയല്ലേ ഇവരുടെ ഒരു ലൈഫ്. വല്ലതും അറിയണോ? 3 നേരവും ശാപ്പാടടിച്ച് എണ്ണ തേച്ച് കുളിച്ച് സുഖ ഉറക്കം. പിന്നെ എന്തു വേണം? യാതൊരു തൊഴിലും ചെയ്യാതെ ഓസിന് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ വേണം. അമ്മായിമ്മയെ കുറിച്ച് പറഞ്ഞപ്പോ പിടിച്ചിട്ടായിരിക്കും. എത്രയായാലും എന്റെ ജേട്ടന്റെ അമ്മയല്ലേ അച്ഛാ. സോറി, പറഞ്ഞത് ഞാനങ്ങ് തിരിച്ചെടുത്തു. അമ്മായിയമ്മയെ പറഞ്ഞ നിനക്കങ്ങ് പിടിച്ചില്ല. ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും വേണ്ടുവോളം പണി തരാൻ നിനക്ക് കുഴപ്പമില്ലല്ലോ. അല്ല, എവിടെ നിന്റെ ഹസ്ബൻഡ്? ആര്യപുത്രൻ ജയൻ കുതിരപ്പന്തയത്തിന് പോയതായിരിക്കും. അല്ല, അമ്മ പറഞ്ഞിട്ട് എന്തോ വാങ്ങിക്കാൻ പുറത്തു പോയിരിക്ക. ആ, നീ വന്നോ? എന്താണ് ഇത്ര താമസിച്ചത്? പറയാച്ചാ. ചേച്ചി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം. അച്ഛാ, അച്ഛൻ അറിയോ ഒരു സരസ്വതി തമ്പുരാട്ടിയെ? ഞാൻ ഒരു സരസ്വതി തമ്പുരാട്ടി മാത്രമേ അറിയൂ. അവരാണെങ്കിൽ സൂര്യമംഗലം കൊട്ടാരത്തിലെ. അച്ഛാ, അത് തന്നെ ഞാനും പറയുന്നത്. വർമ്മ സാറിന്റെ മദറിലോ, ഋതിക മേഡത്തിന്റെ മുത്തശ്ശി. ബാക്കിയൊക്കെ ഞാൻ പറയാം. പത്മാവതി മേഡത്തിന്റെ അമ്മ. അവരിവിടെ ഇല്ലല്ലോടാ മോനെ, അങ്ങ് കൽക്കട്ടയില. അച്ഛാ, അവര് കൽക്കട്ടയിൽ നിന്ന് തിരിച്ചു വന്നു. അവരിപ്പോ വർമ്മ സാറിന്റെ വീട്ടിലുണ്ട്. നേരാണോടാ? ആ അതെ അച്ഛാ. അതിശയമായിരിക്കുന്നല്ലോടാ. അവരൊരിക്കലും തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയതല്ല. ഇനി സൂര്യമംഗലം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നാലും അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അകലെ